പിന്നെയുള്ള ഒരേയൊരു ഓപ്ഷൻ ഒരിക്കലും വിജയകരമാവില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ അപകടം നിറഞ്ഞ മാർഗമാണ്. എന്തായാലും വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് ഈ മാർഗം കൂടി പരീക്ഷിക്കാൻ പൈലറ്റ് പെട്ടെന്ന് തീരുമാനമെടുത്തു. അതായത് തൊട്ടടുത്ത് തന്നെയുള്ള ഹഡ്സൺ നദിയിൽ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു ഈ മാർഗം. ജനുവരി 15 നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ന്യൂയോർക്ക് നഗരത്തിലെ ലാഗ്വാസിയ എയർപോർട്ടിൽ നിന്നും എയർബസ് A320 ബോയിംഗ് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. 150 യാത്രക്കാരുള്ള ഈ വിമാനത്തിൽ പൈലറ്റ് അടക്കം 5 ജീവനക്കാർ കൂടിയുണ്ടായിരുന്നു. നോർത്ത് കരോളിനയിലെ ഷാർലറ്റിലേക്കായിരുന്നു വിമാനത്തിന്റെ പ്രയാണം. ഫസ്റ്റ് ഓഫീസർ ജെഫ്രി സ്കെൽസിനൊപ്പം സുള്ളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ക്യാപ്റ്റൻ ചെസ്ലി സുള്ളർബർഗറിനായിരുന്നു വിമാനത്തിന്റെ ചുമതല. ഈ 2 പൈലറ്റ്സും ധാരാളം എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. ചെസ്ലി സുള്ളർബർഗർ ഒരു മുൻ സൈനിക പൈലറ്റായിരുന്നു. 20,000 മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു അദ്ദേഹം. ഫസ്റ്റ് ഓഫീസർ ജെഫ്രി സ്കെൽസിനും ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ പറക്കുന്ന എയർബസ് A320 ബോയിംഗ് വിമാനത്തിൽ തന്നെ 4700 മണിക്കൂർ വിമാനം പറത്തിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം വിമാനം ദേശാടന കിളികളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ 2 കിളികളുമായി വിമാനം കൂട്ടിയിടിക്കുകയും ചെയ്തു. പക്ഷികളെ ഇടിച്ചതിന്റെ ഫലമായി പക്ഷികളുടെ ചോരയും ചെറിയ ശരീരഭാഗങ്ങളും വീണ് പൈലറ്റിന്റെ വിൻഡ്സ്ക്രീൻ കാഴ്ച ഏതാണ്ട് മാഞ്ഞുപോയി. കൂടാതെ വിമാനത്തിന്റെ 2 എഞ്ചിനുകൾക്കും ഗുരുതരമായ കേടുപാടുകൾ പറ്റുകയും എഞ്ചിന്റെ ത്രസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് വിമാനത്തിന്റെ സ്ഥാനം ഏകദേശം 3000 അടി ഉയരത്തിലായിരുന്നു. അപ്പോഴേക്കും ലാഗ്വാസിയ എയർപോർട്ടിൽ നിന്നും 4.5 മൈൽ ദൂരെ വിമാനം എത്തിയിരുന്നു. എഞ്ചിനുകളുടെ തകരാറിനെ തുടർന്ന് ക്യാപ്റ്റൻ ചെസ്ലി സുള്ളർബർഗർ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 25 സെക്കൻഡിന് ശേഷം ക്യാപ്റ്റൻ സുള്ളി ഒരു മെയ്ഡേ കോൾ ലാഗ്വാസിയ എയർ കൺട്രോൾ യൂണിറ്റുമായി നടത്തി. പക്ഷികൾ ഇടിച്ചതുകൊണ്ട് വിമാനത്തിന്റെ 2 എഞ്ചിനുകൾക്കും തകരാറാണ്. എഞ്ചിനുകളുടെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടതിനാൽ ഞങ്ങൾ ലാഗ്വാസിയയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നായിരുന്നു സന്ദേശം. എന്നാൽ 4.5 മൈൽ ദൂരമുള്ള ലാഗ്വാസിയ എയർപോർട്ടിലേക്ക് മടങ്ങുക അസാധ്യമാണെന്ന് പൈലറ്റ് മനസ്സിലാക്കി. അതിനാൽ ന്യൂ ജേഴ്സിയിലെ ടെറ്റർസോറോ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് പെർമിഷന് പൈലറ്റ് അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ എമർജൻസി ലാൻഡിംഗ് റൺവേ 1 നടത്താൻ അനുമതി ലഭിച്ചു. എന്നാൽ ന്യൂ ജേഴ്സിയിലെ ടെറ്റൻസോറോ എയർപോർട്ട് വരെ ചെന്ന് എമർജൻസി ലാൻഡിംഗ് നടത്താൻ വിമാനത്തിന് കഴിയാത്ത സ്ഥിതിയാണെന്ന് പൈലറ്റിന് മനസ്സിലായി. പിന്നെയുള്ള ഒരേയൊരു ഓപ്ഷൻ ഒരിക്കലും വിജയകരമാവില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ അപകടം നിറഞ്ഞ മാർഗമാണ്. എന്തായാലും വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് ഈ മാർഗം കൂടി പരീക്ഷിക്കാൻ പൈലറ്റ് പെട്ടെന്ന് തീരുമാനമെടുത്തു. അതായത് തൊട്ടടുത്ത് തന്നെയുള്ള ഹഡ്സൺ നദിയിൽ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുക എന്നതായിരുന്നു ഈ മാർഗം. പെട്ടെന്ന് തന്നെ വിമാനത്തിലുള്ള 150 യാത്രക്കാർക്കും കാര്യങ്ങളുടെ നിജസ്ഥിതിയെപ്പറ്റി മുന്നറിയിപ്പ് നൽകി. എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറാകാനും വിമാനത്തിലുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാനും പൈലറ്റ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോൾ പക്ഷികളുമായി കൂട്ടിയിടി കഴിഞ്ഞതിന് 3.5 മിനിറ്റിന് ശേഷം താഴേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന വിമാനം 900 അടി മുകളിൽ നിന്നും ജോർജ് വാഷിംഗ്ടൺ പാലം കടന്ന ശേഷം നദിയിലേക്ക് ഗ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായതിനാൽ ലാൻഡിങ്ങിന് പകരം ഏകദേശം നല്ല സ്പീഡിൽ തന്നെ വിമാനം ഗ്ലൈഡ് ചെയ്യിച്ച് ഹഡ്സൺ നദിയിൽ വിജയകരമായി ക്രാഷ് ലാൻഡ് ചെയ്തു. അങ്ങനെ ന്യൂയോർക്ക് ഭാഗത്തുള്ള വെസ്റ്റ് 50 സ്ട്രീറ്റിന് സമീപം ഹഡ്സണിലെ നോർത്ത് റിവറിൽ വിമാനം ഇടിച്ചിറക്കി. ലാൻഡ് ചെയ്ത ശേഷം ക്യാബിന്റെ പിൻഭാഗത്ത് തുറന്ന വാതിൽ കാരണം ഫ്യൂസ്ലേജിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അതിനാൽ ഫ്യൂസ്ലേജിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഇന്ധന ടാങ്കുകളിൽ വെള്ളം കയറാതിരുന്നതിനാൽ അതിന്റെ ബലത്തിൽ വിമാനം നദിയിൽ പൊങ്ങിത്തന്നെ കിടന്നു. ജലത്തിൽ കൂടുതൽ സമയം പൊങ്ങിക്കിടക്കാൻ പാകത്തിൽ നിർമ്മിച്ച ബോയിംഗ് വിമാനമായിരുന്നു ഇത്. കൂടാതെ ഈ വിമാനത്തിൽ എക്സിറ്റ് സ്ലൈഡുകൾ വേർപെടുത്തി ചെങ്ങാടങ്ങളായി ഉപയോഗിക്കാനും കഴിയുമായിരുന്നു. ജോലിക്കാരും യാത്രക്കാരും ഫോർവേഡ് സ്ലൈഡ് വഴി വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങുകയും ചിറകുകളിലൂടെ നടന്ന് വായു നിറച്ച ചെങ്ങാടങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ലോക്കൽ ഫെറികളും എമർജൻസി റെസ്പോണ്ടർമാരും സെക്കൻഡുകൾക്കകം സ്ഥലത്തെത്തി എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തി. ഹൈപ്പോതെർമിയ ബാധിച്ച നിരവധി യാത്രക്കാർക്ക് ചികിത്സ നൽകി. 5 യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
മരണസംഖ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഒരു അൺപവർ വാട്ടർ ലാൻഡിംഗ് നടന്നത് ആദ്യമായിട്ടായിരുന്നു. പിന്നെ ധാരാളം ബോട്ടുകൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. 2NY വാട്ടർവേ ഫെറികളാണ് ആദ്യമെത്തിയത്. പൈലറ്റ് ചെസ്ലി സുള്ളർബർഗർ എന്ന സുള്ളി പലർക്കും ദേശീയ നായകനായി മാറി. എന്നാൽ നദിയിൽ ഇറങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ചിലർ വിമർശിച്ചു. എന്നാൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ റിവർ ലാൻഡിംഗ് തീരുമാനം സ്വാഗതം ചെയ്യപ്പെട്ടു. ദിവസങ്ങൾക്കകം ഹഡ്സൺ നദിയിൽ നിന്നും നീക്കം ചെയ്ത വിമാനം 2011 ഷാർലറ്റിലെ കരോളിനാസ് ഏവിയേഷൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. വ്യോമയാന സുരക്ഷയിൽ പൈലറ്റ് സുള്ളി എന്ന ചെസ്ലി സുള്ളർബർഗർ ഒരു സ്വാധീന ശക്തിയായി മാറി. 2021 അദ്ദേഹം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ US അംബാസഡറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. US 1549 വാട്ടർ ലാൻഡിംഗ് സമീപകാലത്തെ ഏറ്റവും അവിശ്വസനീയമായ വ്യോമയാന കഥകളിൽ ഒന്നാണ്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഡയറക്റ്റ് ചെയ്ത് 2016 പുറത്തിറക്കിയ സുള്ളി എന്ന സിനിമ കണ്ടാൽ ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാം. കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ യഥാർത്ഥ സംഭവങ്ങൾ മാത്രം കോർത്തിണക്കിയതാണ് ഈ സിനിമ.